ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ്. എങ്ങനെയാണ് ഇഗ്നോയിൽ നമ്മുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന് മുമ്പ് എങ്ങനെ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ അപ്രൂവലിന് ശേഷമാണോ പ്രോജക്റ്റ് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു ഇത് ഇഗ്നോയിൽ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിടുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്തോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. ഗൈഡിന് ഒന്നുകിൽ നമുക്ക് ഇഗ്നോ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഗൈഡിൻ്റെ ലിസ്റ്റ് കാണും. ആ ഒരു ലിസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് ഗൈഡിനെ സെലക്ട് ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് തന്നെ നമ്മുടെ പഠിപ്പിച്ച ടീച്ചർമാർ കാണത്തില്ലേ കോളേജിലൊക്കെ, അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ ഗൈഡ് ആവുമോ എന്ന് ചോദിച്ചാൽ അവരുടെ സമ്മതപ്രകാരം നമുക്ക് ഗൈഡായിട്ട് ചൂസ് ചെയ്യാം. അപ്പം പക്ഷേ ഉള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഏത് സ്പെഷ്യലൈസേഷനാണോ അവർ നമ്മൾ എടുത്തേക്കുന്നത് ആ ഒരു സ്പെഷ്യലൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം അവർ പഠിപ്പിക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആ കുറച്ച് ക്രൈറ്റീരിയ മസ്റ്റാണ്. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് ഫൈനൽ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സിനോപ്സിസ് നമ്മൾ സെൻട്രൽ, അതായത് ഇഗ്നോ സെൻറ്ററിലേക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പം റീജിയണൽ സെൻറ്ററിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം അവരുടെ അപ്രൂവലിന് ശേഷമാണ് നമ്മൾ ഫൈനൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ആ സിനോപ്സിസിൽ വെക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അതേ ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അപ്രൂവൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഈ ഒരു പേജാണ് ഫസ്റ്റ് വെക്കേണ്ടത്. സിനോപ്സിസിനകത്ത് ഫസ്റ്റ് വെക്കേണ്ടത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ അല്ല, സോറി, നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ പ്രോജക്റ്റ് ആ സംഭവം. അപ്പോൾ ആദ്യമേ നമുക്ക് ടോപ്പിക് ഉണ്ടായിരിക്കണം, സബ്മിറ്റഡ് നമ്മളുടെ നെയിം ഉണ്ടായിരിക്കണം, എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കണം, ഗൈഡിൻ്റെ പേരുണ്ടായിരിക്കണം, ബാക്കി ഈ കോമൺ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, അതായത് സിനോപ്സിസിൻ്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം പിന്നീട് രണ്ടാമത്തെ പേജാണ് നമുക്ക് ഈ പേജ് നമ്മളുടെ മറ്റേ ഗൈഡ് ലൈൻസിനകത്ത് ലാസ്റ്റ് കൊടുത്തേക്കുന്ന പേജാണ്. അതും രണ്ടാമത് വെക്കേണ്ട പേജാണ്, അതും മസ്റ്റാണ്. അപ്പോൾ ആദ്യമേ അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ഇതിനകത്തുള്ള ഡീറ്റെയിൽ മെയിനായിട്ട് ഒന്നും മിസ് ചെയ്യാതെ നമ്മൾ കമ്പൽസറി ആയിട്ടും എഴുതി കൊടുക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്ത് അവർ നമുക്ക് റിജക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ അവർ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ ഓരോന്നും ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു തരാം. ആദ്യമേ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മളുടെ എൻറോൾ നമ്പർ ഏതാണോ അത്. പിന്നെ സ്റ്റഡി സെൻറ്റർ, എവിടെയാണോ നമ്മൾ എക്സാം എഴുതുന്നത് ആ സ്റ്റഡി സെൻറ്ററാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. ആ എക്സ് ഇട്ടിരിക്കുന്നില്ലേ അവിടെ. പിന്നെ റീജിയണൽ സെൻറ്റർ എവിടെയാണോ അവിടെ. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം, എവിടെയാണോ റീജിയണൽ സെൻറ്റർ അത് കൊടുക്കണം. പിന്നെ പ്രോജക്റ്റ് പ്രപ്പോസൽ നമ്പർ നമ്മളല്ല കൊടുക്കേണ്ടത്, അത് പ്രോജക്റ്റ് അപ്രൂവലിന് ശേഷം അവരാണ് എഴുതുന്നത്, അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ സബ്ജക്റ്റഡ് ഏരിയ ഏതാണ്, HR ആണെങ്കിൽ HR, ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ്, അത്. പിന്നെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റിൻ്റെ പേര്, നമ്മുടെ പേരെന്താണോ താഴെ അഡ്രസ് ഓഫ് ദ സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ നമ്മളുടെ ഇമെയിൽ ID കൊടുക്കണം. പിന്നെ ടോപ്പിക് ഓഫ് ദ പ്രോജക്റ്റ്, നമ്മുടെ ടോപ്പിക് എന്താണോ അത് കൊടുക്കണം. പിന്നെ നെയിം ഓഫ് ആൻഡ് അഡ്രസ് ഓഫ് ദ നമ്മുടെ ഗൈഡിൻ്റെ പേരും അഡ്രസ്സും കൊടുക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈസ് ദ സൂപ്പർവൈസർ ആൻഡ് അഡ്വൈസറി കൗൺസിൽ ആണോ അല്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം സപ്പോസ് നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്ത്, അതായത് ഇഗ്നോ സെൻറ്റർ നമുക്ക് തന്നിരിക്കുന്ന ഗൈഡാണെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊടുക്കണം, ഇഫ് ആണെങ്കിൽ കോഡ് ഓഫ് ദ സ്റ്റഡി സെൻറ്റർ, ആ വ്യക്തി എവിടെയാണോ ചെയ്യുന്നത് ആ കോഡ് ഓഫ് സ്റ്റഡി സെൻറ്റർ കൊടുക്കണം. പിന്നീട് സപ്പോസ് നോ ആണെങ്കിൽ ഒന്നും എടുക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഗൈഡ് പേഴ്സണലി നമ്മൾ ചൂസ് ചെയ്തതാണെങ്കിൽ അത് നോ ആയിരിക്കില്ലേ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇഗ്നോ സെൻറ്റർ ആണ് തരുന്നതെന്നുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ഏതാണോ ആ ഗൈഡ് പഠിപ്പിക്കുന്ന സ്റ്റഡി സെൻറ്റർ അതിൻ്റെ നമ്പറുണ്ടല്ലോ, 4 ഡിജിറ്റ് നമ്പർ, അപ്പം അത് കൊടുക്കണം. പിന്നെ ഏത് കോഴ്സാണോ പഠിപ്പിക്കുന്നത് അവിടെ ഏതാണ്, MCOM അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MA ഏതാണോ അത് കൊടുക്കണം. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ബീയിങ് ഗൈഡഡ്, എത്ര മെമ്പേഴ്സ്, അതായത് എത്ര സ്റ്റുഡൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഗൈഡിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. മിനിമം ഒരു 5 പേരെ വരാവുള്ളൂ, മാക്സിമം ഒരു 5 പേരെ വരാവുള്ളൂ. അപ്പം ആ ഒരു കൗണ്ട് ആ ഗൈഡിനോട് ചോദിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ്,
സ്റ്റുഡൻറ്റിൻ്റെ നമ്മളുടെ സിഗ്നേച്ചർ അവിടെ കൊടുക്കണം. അതേപോലെ ഡേറ്റ് എന്നാണോ നമ്മൾ ഈ പോസ്റ്റ് അയക്കില്ലോ നമ്മുടെ സെൻറ്ററിലോട്ട്, റീജിയണൽ സെൻറ്ററിലോട്ട്, ആ ഒരു ഡേറ്റ് അവിടെ കൊടുക്കണം. പിന്നെ നമ്മൾ വെക്കേണ്ട കാര്യങ്ങൾ സിഗ്നേച്ചർ ഓഫ് എ സൂപ്പർവൈസർ, അത് നമ്മുടെ ഗൈഡിൻ്റെ സിഗ്നേച്ചറും വേണം, ഡേറ്റും വാങ്ങണം, സീലും വേണം. ആ ഒരു സ്ഥലത്ത് അത്രയും വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളല്ല ഫില്ല് ചെയ്യേണ്ടത്. അത് അവസാനം അപ്രൂവൽ ആയതിന് ശേഷം ആ പറയുന്ന ആരാണോ അപ്രൂവ് ചെയ്യുന്നത് അവരാണ് അപ്രൂവ് ആയോ ഇല്ലേ എന്നുള്ളിടത്ത് ടിക്ക് ഇടും. അല്ലെ അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ നോട്ട് അപ്രൂവലിൻ്റെ അവിടെ ടിക്ക് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ മൂന്നാമത്തെ പേജിൽ നമ്മൾ വെക്കുന്നത് ബയോഡേറ്റ ഓഫ് ദ ഗൈഡിൻ്റെ ബയോഡേറ്റ. അത് നമ്മുടെ ഗൈഡിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ തരുന്ന ഏതാണ് ആ പേപ്പർ നമ്മൾ മൂന്നാമത്തേതിൽ വെക്കണം. അതിനകത്തും ഈ പറയുന്ന അവരുടെ സീലും സൈനും മസ്റ്റാണ്. പിന്നെ നാലാമത്തെ പേജിൽ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, അതും ഈ പറയുന്ന പോലെ അവരുടെ സീലോ അല്ലെങ്കിൽ അവർ തരുന്ന അത് വെക്കണം. പിന്നീടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിനോപ്സിസിലോട്ട് പോകുന്നത്. അടുത്ത് നമ്മൾ വെക്കേണ്ട ഇൻഡെക്സ്, നമ്മളുടെ അതിനകത്തുള്ള ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ദ റാഷണാലിറ്റി ഓഫ് സ്റ്റഡി, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, റിസർച്ച് മെത്തഡോളജി, ലിമിറ്റേഷൻ ഓഫ് സ്റ്റഡി, ബിബ്ലിയോഗ്രാഫി, ഇത്രയാണ് നമ്മൾ അതിനകത്ത് വെക്കേണ്ടത്. അപ്പം അതാണ് ഇൻഡെക്സിനകത്ത് വെക്കുന്നത്. അടുത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റഡിയിൽ പോയി ഞാൻ ഈ ഒരു പറഞ്ഞ പാറ്റേണിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യമേ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റഡി, പിന്നീട് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു അര പേജൊക്കെ മതിയായിരിക്കും, അര അല്ലെങ്കിൽ 3/4 പേജൊക്കെ മതിയായിരിക്കും. അതേപോലെ അടുത്തത് റിവ്യൂ ഓഫ്, മൊത്തത്തോടെ നമ്മുടെ സിനോപ്സിസ് എന്ന് പറയുന്നത് ഒരു 10, മാക്സിമം ഒരു 10-11 പേജൊക്കെ മതിയായിരിക്കും. മിനിമം ഒരു 7-8 ആ ഒരു ലെവൽ മതി. ഒരുപാട് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണ്ട. ജസ്റ്റ് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം കൊടുത്താൽ മതി. അപ്പം ഇൻട്രൊഡക്ഷൻ ഒരു 3 പാരഗ്രാഫ്, ഒരു ചെറിയ 3 പാരഗ്രാഫ് കൊടുത്താൽ മതി. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഒരു 3 ഒരുപാട് എക്സ്പ്ലനേഷനും വേണ്ട, ചെറുതായിട്ടുള്ള ഒരു 3. പിന്നെ റാഷണാലിറ്റി ഓഫ് സ്റ്റഡി, അതും ഒരു പാരഗ്രാഫ്, നമ്മൾ എന്താണോ സ്റ്റഡി അത്. പിന്നെ ഒബ്ജക്റ്റീവ്സും അത് കമ്പൽസറി ആയിട്ടും വെക്കണം, നല്ല രീതിയിൽ വെക്കണം, ഒരു 3-4 പോയിൻറ്റ് അത്ര, അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി, പിന്നീട് ഒരെണ്ണം പറയാനുള്ളത്, നമ്മൾ പ്രോജക്റ്റ്, അതായത് ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി സ്റ്റഡി ചെയ്യുന്ന എന്ന് വെക്കുന്ന ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അല്ലാതെ ഒരുപാട് സ്ഥലം എടുക്കുവാനേക്കാളും ഫുള്ളായിട്ട് നമ്മൾ സ്റ്റഡീനേക്കാളും ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും, മെൻഷൻ ചെയ്യുന്നത് ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും. പിന്നെ റിസർച്ച് മെത്തഡോളജിയാണ് അടുത്തത് വരുന്നത്. അതിനകത്ത് നമുക്ക് റിസർച്ച് അപ്രോച്ച് ഇടണം, ടൂൾസ് ഫോർ ഡേറ്റ കളക്ഷൻ, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, സാമ്പിളിംഗ് മെത്തേഡ്, സാമ്പിൾ സെലക്ഷൻ, ഡേറ്റ കളക്ഷൻ ടൂള്, ഡേറ്റ അനാലിസിസ് ടൂള്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കതിനകത്ത് മെൻഷൻ ചെയ്യാം. പിന്നീടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് താഴോട്ട് കൊടുക്കാം. പിന്നെ ബിബ്ലിയോഗ്രാഫി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിനോപ്സിസിനകത്ത് വേണ്ടുന്നത്. അപ്പോൾ ഒരുപാട് പേജുകളുടെ ആവശ്യമൊന്നും വേണ്ട, ജസ്റ്റ് അവർക്ക് തോന്നും, വായിക്കുമ്പോൾ മനസ്സിലാവണം നമ്മൾ ഇന്നയൊക്കെയാണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നീട് ഈ പറയുന്ന എല്ലാം നമ്മൾ സ്പൈറൽ ചെയ്ത് വേണം നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ സ്പൈറൽ ചെയ്തിട്ട് നമ്മളുടെ മറ്റേ ലെറ്റർ കവറുണ്ടല്ലോ, ആ കവറിനകത്താക്കി റീജിയണൽ സെൻറ്ററിലെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു 2 മാസത്തിനുള്ളിൽ അവർ തിരിച്ച് നമുക്ക് സിനോപ്സിസും അവരുടെ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ പേജ് ഉണ്ടല്ലോ, നമ്മൾ കുറേ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ താഴെ അപ്രൂവലിൻ്റെ അവിടെ അവരുടെ സീലും അതേപോലെ പ്രോജക്റ്റ് പ്രപ്പോസൽ നമ്പറിനകത്തൊരു നമ്പറും കാര്യങ്ങളെല്ലാം അപ്രൂവലിൻ്റെ അവിടെ ടിക്കും ഒക്കെ കാണും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ സപ്പോസ് അപ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പം ചില കേസുകളിലാണെങ്കിൽ അവരൊരു പേപ്പർ അറ്റാച്ച് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നമ്മുടെ സിനോപ്സിസിൽ അവരൊന്നും ചെയ്യില്ല. അല്ലാതെ നമ്മൾ ഒരു അഡീഷണൽ പേപ്പർ അതിൻ്റെ അകത്ത് വെച്ചിട്ട് റീസൺ എന്താണെന്നുള്ളത് അവർ പറയും, ഇന്ന കാരണത്താലാണ് ഇത് റിജക്റ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പം ആ റിജക്ഷൻ അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് നോക്കി അത് സെറ്റ് ചെയ്ത് ആ പേപ്പറും കൂടെ വെച്ച് നമ്മൾ വീണ്ടും അയക്കണം. സപ്പോസ് അത് പറ്റില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അതൊന്നും ചെയ്യാൻ ഒക്കില്ലെങ്കിൽ ആ പേപ്പർ മാറ്റിയിട്ട് ഒന്നും കൂടെ നമ്മൾ ഈ സെയിം സംഭവം നമുക്ക് അയച്ച് കിട്ടിയ പേപ്പർ ഉണ്ടല്ലോ അത് വെക്കാതെ അല്ലാതെ മാത്രം നമ്മൾ ഫസ്റ്റ് അയച്ചില്ലേ, ഫ്രഷ് ആയിട്ട് അയച്ചില്ലേ, അതേപോലെ അയച്ച് കൊടുക്കണം.
അപ്പം ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് അപ്രൂവൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രോജക്റ്റിലോട്ട് പോകാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സിനോപ്സിസിൻ്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റേ ഫൈനൽ പ്രോജക്റ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഇടാം. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയക്കണം, ഒന്ന് കമൻറ്റിലിടണം. അപ്പം എനിക്കറിയാവുന്ന ഡൗട്ടുകളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇതിലറിയാവുന്നവർ കാണുവാണെങ്കിൽ അവരും അതിനുള്ള റിപ്ലൈ കിട്ടും. അപ്പം നമുക്കും ഉപയോഗമാവും, ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്പെടും. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നീട് നമുക്ക് ഈ സിനോപ്സിസ് വീണ്ടും ഫൈനൽ പ്രോജക്റ്റിന് നമ്മൾ ഈ സിനോപ്സിസ് നമ്മുടെ ഫൈനൽ പ്രോജക്റ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അവർക്ക് വീണ്ടും അയക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇപ്പം സിനോപ്സിസിനെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.